പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഒന്നാമത്തെ പാഠം മധ്യകാല ഇന്ത്യ അധികാരകേന്ദ്രങ്ങൾ. മധ്യകാലഘട്ടത്തിലെ ഡൽഹിയുടെ ഭൂമിശാസ്ത്ര സവിശേഷതകളും മറ്റു പ്രത്യേകതകളും നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചു. CE 8-ാം നൂറ്റാണ്ടിൽ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമായത്. അക്കാലത്ത് ദില്ലിക എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു ഡൽഹി. തൊമര രാജാക്കന്മാരെ തുടർന്ന് ചൗഹാൻ രാജവംശം അധികാരമേറ്റു. ചൗഹാൻ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കി ഘോറിലെ മുഹമ്മദ് ഡൽഹിയിൽ ആധിപത്യം ഉറപ്പിച്ചു. മുഹമ്മദിന്റെ മരണശേഷം എന്ത് സംഭവിച്ചു അറിയോ? അദ്ദേഹത്തിന്റെ സൈന്യാധിപനായിരുന്ന കുത്തബുദ്ദീൻ ഐബക്ക് ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ രാജവംശത്തിനെ മംലൂക്ക് വംശം അല്ലെങ്കിൽ അടിമ വംശം എന്നാണ് പറഞ്ഞിരുന്നത്. ഇങ്ങനെ മംലൂക്ക് വംശത്തെ തുടർന്ന് വേറെ 4 രാജവംശങ്ങൾ ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തി. ഈ CE 1206 മുതൽ CE 1526 വരെ ഇങ്ങനെ ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയവരെ സുൽത്താൻമാർ എന്നും ആ കാലഘട്ടം സൽത്തനത്ത് കാലം എന്നുമാണ് പറയുന്നത്. സൽത്തനത്ത് ഭരണകാലത്ത് ഡൽഹി ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട രാജവംശങ്ങൾ ഏതൊക്കെയെന്നറിയോ? മംലൂക്ക് വംശം, ഖൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം തുടങ്ങിയവ. ഇനി നമുക്ക് ഡൽഹി സുൽത്താൻമാരുടെ ഭരണം എങ്ങനെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ വ്യാപിച്ചതെന്ന് നോക്കാം. കുത്തബുദ്ദീൻ ഐബക്കിന് ശേഷം അധികാരം ഏറ്റെടുത്തത് ഇൽതുത്മിഷ് എന്ന രാജാവായിരുന്നു. അദ്ദേഹം മുൾട്ടാനും ലാഹോറും ബംഗാളും ഒക്കെ കീഴടക്കി. തൻ്റെ നിയന്ത്രണത്തിൽ വന്ന പ്രദേശങ്ങളിലൊക്കെ ഒന്നിച്ചൊരു നാണയ വ്യവസ്ഥ അദ്ദേഹം നടപ്പിലാക്കി. തങ്ക, ജിതൽ എന്നീ പേരുകളിലായിരുന്നു ആ നാണയങ്ങൾ അറിയപ്പെട്ടിരുന്നത്. ഇതില് ജിതൽ ചെമ്പ് നാണയവും തങ്ക വെള്ളി നാണയവുമായിരുന്നു. ഡൽഹി സൽത്തനത്തിലെ ഏക വനിതാ ഭരണാധികാരി, ഒരേ ഒരു വനിതാ ഭരണാധികാരിയേ ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു ഇൽതുത്മിഷിന്റെ മകളായിരുന്ന സുൽത്താന റസിയ. ഇൽതുത്മിഷിന് ശേഷം അധികാരത്തിലെത്തിയ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു ബാൽബൻ. മംലൂക്ക് വംശത്തെ തുടർന്ന് അധികാരത്തിലെത്തിയത് ഖൽജി വംശമായിരുന്നു. ആ ഖൽജി വംശത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖൽജി. അദ്ദേഹം അധികാരമേറ്റപ്പോൾ ആദ്യം എന്താ ചെയ്തറിയോ? ഗുജറാത്ത് കീഴടക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഗുജറാത്തിന് ഭൂമിശാസ്ത്രപരമായിട്ടൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? നീണ്ട സമുദ്രതീരം ഗുജറാത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. അപ്പോൾ കുറേ തുറമുഖങ്ങളുണ്ട് ഗുജറാത്തിൽ. ഗുജറാത്ത് കീഴടക്കിയോടെ ഈ തുറമുഖങ്ങളൊക്കെ അലാവുദ്ദീൻ ഖൽജിയുടെ നിയന്ത്രണത്തിലായി. അദ്ദേഹം ഇറാഖിൽ നിന്ന് ഈ തുറമുഖങ്ങൾ വഴി നല്ല കുതിരകളെ ഇറക്കുമതി ചെയ്തു. ഇത് അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ ശക്തിപ്പെടുത്തി. ഈ സൈന്യത്തിൻ്റെ സഹായത്തോടെ തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലും ഒക്കെയുള്ള പ്രദേശങ്ങൾ അലാവുദ്ദീൻ ഖൽജി തൻ്റെ നിയന്ത്രണത്തിലാക്കി. ഖൽജി വംശത്തിന് ശേഷം പിന്നീട് അധികാരത്തിലെത്തിയത് തുഗ്ലക് വംശമായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അദ്ദേഹം തൻ്റെ ഭരണം കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഡൽഹിയിൽ നിന്ന് തലസ്ഥാനം ദേവഗിരിയിലേക്ക് മാറ്റി. അതിന് ദൗലത്താബാദ് എന്ന പേര് കൊടുക്കുകയും ചെയ്തു. നിങ്ങൾ ഈ ഭൂപടത്തിൽ നോക്കി നോക്കൂ, ദൗലത്താബാദ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് മാറ്റിയപ്പോൾ അദ്ദേഹം കരുതിയത് ഇത് ഭരണം കാര്യക്ഷമമാക്കാൻ സഹായിക്കും എന്നാണ്. എന്നാൽ തിരിച്ചാണ് സംഭവിച്ചത്. ഡൽഹിയിൽ നിന്ന് 1500 കിലോമീറ്റർ ദൂരത്തായിരുന്ന ദൗലത്താബാദിലേക്കുള്ള യാത്രയിൽ സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. കടുത്ത വേനൽക്കാലത്തായിരുന്നു ഈ തലസ്ഥാന മാറ്റം. ഇതും അവരെ ദുരിതത്തിലാഴ്ത്തി. ഈ തലസ്ഥാന മാറ്റം പരാജയപ്പെട്ടു. അവിടെ ഇരുന്ന് ഭരണം കാര്യക്ഷമമായി നടത്താൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് വീണ്ടും തലസ്ഥാനം ഡൽഹിയിലേക്ക് തന്നെ മാറ്റി. ഈ തിരിച്ചുള്ള യാത്രയിലും സാധാരണക്കാരായ ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടമായി. തുഗ്ലക് വംശത്തിന് ശേഷം അധികാരത്തിലെത്തിയ സയ്യിദ് വംശത്തിലെയും ലോധി വംശത്തിലെയും ഭരണാധികാരികൾ ദുർബലരായിരുന്നു. അതിനാൽ തുഗ്ലക് വംശത്തിന് ശേഷം സൽത്തനത്ത് ഭരണം ക്ഷയിക്കാൻ തുടങ്ങി.